നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും നമ്മളെ ജീവിതത്തെ വളരെയധികം പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുന്ന 5 തരം ദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകൾ നാം സദാസമയവും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പല ഘട്ടത്തിലും നമ്മുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുകയും മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയാതെ വരികയും ചെയ്യുന്ന പലതരം ബുദ്ധിമുട്ടുകളുണ്ട്. പൊതുവായിട്ട് അതിൽ 5 തരത്തിലുള്ള ദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകളാണ് നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ നാം പ്രതിരോധിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. അതിന് നാം വളരെയധികം ശക്തമായ ചില മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ 5 വളരെ പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകൾ എന്താണ്? ദുരിതങ്ങൾ എന്താണ്? ഒന്ന് നമ്മുടെ ദാരിദ്ര്യമാണ്. നമുക്കുണ്ടാവുന്ന ദാരിദ്ര്യം. സാമ്പത്തികമായിട്ടുള്ള ദാരിദ്ര്യം ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒന്നും നടക്കാതെ ജീവിതം പ്രതിസന്ധിയിലാകുന്നൊരു ഘട്ടങ്ങളാണ് നമുക്ക് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ വലിയൊരു ദുരിതമാണ് നമുക്ക് രോഗങ്ങൾ. രോഗദുരിതത്തിൽ നിന്നുള്ള മോചനമില്ലായ്മ. ഇതാണ് നമ്മളെ രണ്ടാമത്തെ വലിയൊരു പ്രതിസന്ധി. അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള മറ്റൊരു വലിയ പ്രതിസന്ധിയാണ് കലഹം എന്നുള്ളത്. ഈ കലഹം നമ്മളെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുകയും നമ്മളെ ജീവിതത്തിൽ പലതരം പ്രതിസന്ധികളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നൊരു അവസ്ഥാവിശേഷമുണ്ട്. അതുപോലെ തന്നെ നാം നാലാമതായിട്ട് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു ദുരിതമാണ് പാപമേൽക്കുക എന്നുള്ളത്. ഈ പാപമേൽക്കുക എന്നുള്ളത് നമ്മളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന നമ്മളെ തെറ്റുകൾ കൊണ്ടുണ്ടാകുന്ന പാപങ്ങൾ നമ്മൾ ഏൽക്കേണ്ടി വരികയാണ്. ഇങ്ങനെയുള്ള പാപത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ ഏൽക്കേണ്ടി വരികയാണ്. അതേപോലെ തന്നെ നമ്മൾ അഞ്ചാമത്തെ നമുക്കുള്ള വലിയൊരു പ്രതിസന്ധിയാണ്, ഭീകരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ് അപകടം. അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളെ കൂടെയുള്ള ഒരു വലിയൊരു ദുരിതവും പ്രതിസന്ധിയാണ് അപകടങ്ങൾ. ഈ 5 കാര്യങ്ങളും, അതായത് ദാരിദ്ര്യം, രോഗം, കലഹം, പാപം, അതുപോലെ അപകടം, ഇത്തരത്തിലുള്ള 5 പ്രതിസന്ധികൾ. ഈ 5 പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് രക്ഷ നേടിയാൽ മാത്രമേ നമ്മുടെ ജീവിത രഥയാത്ര, നമ്മുടെ ഈ ജീവിത വാഹനം മുന്നോട്ട് പോവുകയുള്ളൂ. അതിന് ഈ 5 കാര്യത്തെയും നമുക്ക് വളരെ നമ്മളെ ജീവിതത്തിൽ ശക്തമായ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ പ്രതിരോധിക്കാനും അതിൽ നമുക്ക് നമ്മുടെ ജീവിത വിജയം നേടാനും നമ്മൾക്ക് സാധിക്കും. ഇത് എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് എല്ലാവരും അതുകൊണ്ട് ഈ വീഡിയോ മുഴുവൻ കേൾക്കണം. അതായത് ഒന്നാമത് നമ്മുടെ ദാരിദ്ര്യമാണ്. ആ ദാരിദ്ര്യം നമുക്ക് എങ്ങനെ മറികടക്കാം എന്നുള്ളതിന് വളരെ സിമ്പിളായിട്ടുള്ള ഒറ്റ മാർഗം മാത്രമേ നമുക്കുള്ളൂ. കഠിനമായിട്ടുള്ള പരിശ്രമം, കഠിനമായ അധ്വാനം ആണ് നമുക്ക് ആ ജീവിത ഈ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു വഴി. അതായത് കഠിനമായിട്ടുള്ള അധ്വാനം. നമ്മൾ ഏത് മേഖലയിലാണോ ജോലി ചെയ്യുന്നത്, ഏത് രീതിയിലാണ് നമ്മൾ ജീവിക്കാൻ പ്രയത്നിക്കുന്നത്, ആ മേഖലയിൽ നമുക്ക് കഠിനാധ്വാനം ചെയ്യുക എന്നുള്ളതാണ്. കഠിനമായിട്ടുള്ള അധ്വാനം ചെയ്യുക. ഈ കഠിനാധ്വാനി ഒരിക്കലും ദാരിദ്ര്യം അനുഭവിക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കഠിനാധ്വാനത്തിൻ്റെ ഫലം നമുക്ക് തീർച്ചയായും കിട്ടും. അപ്പോൾ കഠിനാധ്വാനം എന്നൊരു വലിയൊരു കഴിവ് നാം നിരന്തരമായിട്ട് നേടിയെടുക്കണം. അലസത എന്നുള്ളൊരു വാക്ക് നമ്മുടെ നിഘണ്ടുവിൽ പോലും ഉണ്ടാവാതെ കഠിനമായി പരിശ്രമിക്കുക. കഠിനമായിട്ട് നമ്മുടെ ജീവിത പന്ഥാവ് മുന്നോട്ട് കൊണ്ടുപോകണം. കഠിന പരിശ്രമം ചെയ്യുക. നമ്മളെ ജോലിയായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതായത് സാമ്പത്തികം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ജോലികൾ കഠിനമായി പരിശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ഒന്നാമത്തത്. രണ്ടാമത്തെ നമ്മളെ ജീവിതത്തിൽ വരുന്ന വലിയൊരു വിഷയമാണ് പാപങ്ങളേൽക്കുക എന്നുള്ളത്. അതായത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പല തെറ്റുകൾ ചെയ്ത് അതേപോലെ നമ്മൾ പല ജീവികളെ ഉപദ്രവിച്ച് അറിയാതെ നമ്മൾ നടക്കുന്ന വഴിയിൽ പോലും നമുക്ക് പാപമേൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് നിത്യേനയുള്ള ജപം ആണ് നമുക്ക് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറ്റൊരു മാർഗം. നിത്യേനയുള്ള ജപം. ജപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു ദേവൻ്റെയോ ഈശ്വരൻ്റെയോ നാമം നിത്യേന കുറച്ച് സമയം രാവിലെയും വൈകുന്നേരം നിത്യേന ജപിക്കുക. ആ ജപത്തിന് വേണ്ടി നമുക്ക് മാല ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് വിളക്കിൻ്റെ മുന്നിൽ നിന്ന് നിത്യേന ജപിക്കുന്ന ഒരു രീതി കുറച്ച് സമയം, ഒരു 10-15 മിനിറ്റ്, മാക്സിമം അരമണിക്കൂറെങ്കിലും നമ്മൾ ജപത്തിന് വേണ്ടി മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്.
അപ്പോൾ ആ ജപത്തിലൂടെ നമുക്ക് ഈ ഒരു പാപത്തിൽ നിന്നും വളരെയധികം മോചനം നേടാനുള്ളൊരു മാർഗം അതിലൂടെ ഉണ്ടായിത്തീരുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയാണ് രോഗങ്ങൾ. ഈ രോഗങ്ങളിൽ നിന്ന് നിരന്തരമായിട്ട് നമുക്ക് രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിന് നമുക്ക് നിരന്തരമായിട്ട് എന്തേ ചെയ്യാനുള്ളൂ? രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഭാരതീയ ഋഷിമാർ ഒരു ശാസ്ത്രശാഖ നമുക്ക് തന്നിട്ടുണ്ട്. ആ ശാസ്ത്രശാഖയാണ് യോഗശാസ്ത്രം. ഈ നിത്യേന യോഗ ചെയ്യുന്ന ഒരാൾക്ക് രോഗങ്ങൾ വളരെ കുറവായിരിക്കുമെന്ന്, താരതമ്യേന കുറവായിരിക്കും. രോഗങ്ങൾ വരാൻ സാധ്യത വളരെ കുറവായിരിക്കും. അപ്പം നിരന്തരമായിട്ട് നിത്യേന നമ്മൾ നമ്മുടെ ജീവിതത്തിൽ യോഗ അനുഷ്ഠിക്കാനുള്ളൊരു സമയം നമ്മൾ കണ്ടെത്തുക. അപ്പോൾ യോഗ അനുഷ്ഠാനം, യോഗ ചെയ്യുക, യോഗ പരിശീലിക്കുക എന്നുള്ളത് വളരെ കുറച്ച് സമയം അതിനുവേണ്ടി നമ്മൾ നിത്യേന മാറ്റിവെക്കുക. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സൂര്യ നമസ്കാരം നിത്യേന ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഈ രോഗങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി മുൻകരുതൽ എന്നുള്ള രീതിക്ക് നമ്മളെ ശരീരത്തെ ശക്തമാക്കുന്ന ഒരു വ്യായാമ പദ്ധതിയാണ് യോഗ. അത് നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ രോഗങ്ങളെ നമുക്ക് നിശ്ശേഷം കുറച്ച് കൊണ്ടുവരാം എന്നുള്ളതാണ്. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു പ്രതിസന്ധിയാണ് അപകടങ്ങൾ. നമുക്ക് പ്രകൃതി നമ്മളെ ചുറ്റുപാടിൽ നിന്നും ഉണ്ടാകുന്നതാണ് അപകടം. ചുമ്മാ വെറുതെ നമ്മൾ നടക്കുമ്പോൾ തന്നെ വെച്ച് കുത്തുക, അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൽ പോകുമ്പോഴുള്ള അശ്രദ്ധ. അപ്പോൾ അശ്രദ്ധയാണ് നമ്മുടെ കൂടുതലും അപകടത്തിന് മുഖ്യമായിട്ടുള്ള കാരണം. അശ്രദ്ധയാണ്. അപ്പം അതിൽ നിന്ന് നമുക്ക് ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റി എന്താണ്? അപകടങ്ങൾ കുറയാൻ വേണ്ടി നമ്മൾ ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ജാഗരൂകരായിരിക്കുക, എല്ലാ സമയവും സദാസമയവും കാക്കയെ പോലെ. കാരണം കാക്ക ഒരിക്കലും അപകടങ്ങൾ നേരിടാറില്ല. അപ്പോൾ അത് കാക്കയുടെ ജാഗ്രത കൊണ്ടാണ്. ജാഗ്രത ആയിരിക്കുക, നമ്മൾ സദാസമയം ജാഗ്രത ആയിരിക്കുക. ജാഗ്രതയോടുള്ള കണ്ണുകൾ, ജാഗ്രതയോടുകൂടിയുള്ള ശ്രദ്ധകൾ. അപ്പം ജാഗ്രത എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. ജാഗരൂകമായിരിക്കുക, അതീവ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ. അത് ഏതൊരു രീതിയിലാണ്. നമ്മളെ വീട്ടിൽ പോലും, അതിൽ പുറത്താണെങ്കിലും, വാഹനം ഓടിക്കുമ്പോഴായാലും, നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിലാണോ, ഏറ്റവും ചെറിയ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ പോലും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അജാഗ്രത എന്നുള്ളൊരു ശീലം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അപകടങ്ങൾ കുറയും. സ്വാഭാവികമായിട്ടും ഈശ്വരൻ നമ്മുടെ കൂടെയുണ്ടാകും ആ കാര്യത്തിൽ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു പ്രതിസന്ധിയാണ് കലഹം എന്ന് പറയുന്നത്. കലഹം നമ്മുടെ ജീവിതത്തിൽ നിരന്തരമുണ്ട്. നാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വാക്കുകൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റം കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ളവരുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടോ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കലഹം. ഈ കലഹം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികളുണ്ട്. അപ്പോൾ ഈ കലഹം ഇല്ലാതിരിക്കാൻ ഏറ്റവും നമുക്ക് ശീലിക്കേണ്ട ഒരു മാർഗ്ഗമാണ് ക്ഷമ എന്നുള്ളത്. അതായത് മൗനം എന്നുള്ള ഒരു രീതിയാണ് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ശീലിക്കേണ്ടത്. ആവശ്യമായ സ്ഥലത്ത്, അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ മൗനം പാലിക്കുക എന്നുള്ളത്. ഈ മൗനം പാലിക്കുന്നതിലൂടെ നാം നമ്മുടെ കലഹങ്ങൾ കുറഞ്ഞ് വരുന്നതായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം 5 ദുരിതങ്ങളും അതിലേക്കുള്ള 5 പ്രതിവിധികളുമാണ് നാം മുന്നോട്ട് വെച്ചത്. അത് എല്ലാവരും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി നാം അത് പരിശീലിച്ചു നോക്കൂ. തീർച്ചയായും അതിൻ്റെ ഗുണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം.